വെച്ച പാലം വലിച്ചവരും പുതിയ മേച്ചിൽപ്പുറങ്ങളും തേടിയവരോടായി ഒന്ന് പറയുന്നു. ഈ മുതൽ ഇങ്ങോട്ടേക്ക് വന്നത് തോറ്റുപോകാനല്ല അളിയ. ഷാഫി പറമ്പിലിന്റെ വാക്കുകളാണിത്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം UDFും രാഹുൽ മാങ്കൂട്ടത്തിലും നേടിയപ്പോൾ അതിനുശേഷം ഷാഫി പറമ്പിൽ നടത്തിയ ഈ പ്രസംഗം ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ മേച്ചിൽപ്പറമ്പ് തേടിപ്പോയതും ഇടയ്ക്ക് വെച്ച പാലം പിൻവലിച്ചതും LDFിന്റെ സ്ഥാനാർത്ഥിയായ P സരിനാണ്. ആ സരിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിലിന്റെ ഈ വാക്കുകൾ എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. പാലക്കാട് UDF വിജയിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ സിറ്റിംഗ് സീറ്റ് വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തി എന്നതിലപ്പുറം അവരുടെ കൂടെ ഉണ്ടായിരുന്ന, അവർ വലിയ പ്രാധാന്യം നൽകിയിരുന്ന ഒരാൾ ഒരു തെരഞ്ഞെടുപ്പ് സമയം വന്നപ്പോൾ സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ബദ്ധവൈരികളുടെ CPMലേക്ക് പോയി അവിടെ നിന്ന് UDFിനെതിരെ തന്നെ മത്സരിച്ച് അയാളെയും പരാജയപ്പെടുത്തി കോൺഗ്രസും അല്ലെങ്കിൽ UDFും രാഹുൽ മാങ്കൂട്ടത്തിലും വിജയിക്കുമ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ വിജയത്തിന് ശേഷം ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയത്. ഷാഫി പറമ്പിൽ P സരീന് പരോക്ഷമായി കൊടുത്തുവിട്ട ആ അമ്പ് അല്ലെങ്കിൽ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. ഇതെല്ലാം വിജയമായി പോയതിന്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ നമുക്കറിയാം. പാലക്കാടിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത തരത്തിൽ പാലക്കാട്ടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്ത, പാലക്കാട് വന്നിറങ്ങിയ സെക്കൻഡ് തൊട്ട് ഈ സെക്കൻഡ് വരെയും പാലക്കാടിന്റെ ഹൃദയം കവർന്ന കേരളത്തിന്റെ യുവജന സമര നായകൻ, കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അനുമതികൾക്കെതിരെ ആർജവത്തോടെ പൊരുതുന്ന പോരാട്ട വീര്യത്തിന്റെ നേരിന്റെ നെഞ്ചുറപ്പായ ചെറുപ്പക്കാരൻ, തോൽപ്പിക്കാൻ വേണ്ടി CJP കച്ചകെട്ടി ഇറങ്ങിയപ്പോഴും ആ മോഹങ്ങളെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ച പാലക്കാടിന്റെ അഭിമാനമായി മാറിയ, ഇനി ഒരു കാര്യം കൂടെ, പാലക്കാടിന്റെ ചരിത്രത്തിൽ ഒരാൾക്കും ഇത്ര ഭൂരിപക്ഷം പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട്ടെ സാധാരണക്കാരന് വേണ്ടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥി, എന്ന സാരഥി, പാലക്കാടിന്റെ MLA ഇടക്ക് വെച്ച് പാലം വലിച്ചവരോടും ഇത് ഈ മുതല് വന്നാ ഇവിടെ തോൽക്കും തൊപ്പിയിടുന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മേച്ചിൽപ്പുറം പോയി തേടിയവരോടൊക്കെ പറയുന്നു, ഇവിടെ കൊണ്ടിറക്കിയത് തോക്കാനല്ലി ജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും.